ഒരു കേന്ദ്ര പദ്ധതി എന്ന നിലയ്ക്ക് എയിംസ് എന്ന് പറയുന്നത് 2015-16 തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് ഓരോ വർഷവും ബഡ്ജറ്റിൽ ഇന്ന് സംസ്ഥാനത്തിന് എയിംസ് എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം മാത്രമേ ഇനി വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ അതിനുവേണ്ടി ആ വകുപ്പ് അവിടെ കാത്തിരിക്കുന്നത് ചില മാനദണ്ഡങ്ങളുണ്ട്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ട് ഇത് എന്താണ് ദുർവ്യാഖ്യാനം ചെയ്തൊക്കെ പുറത്തു വന്നിട്ട് ആൾക്കാർക്ക് ഇപ്പോഴും ജനങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ അത് നമുക്കൊരു ചർച്ച വെച്ചൊന്നും അത് തീർക്കാനുള്ള ഒരു അധികാരം നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ തൃശ്ശൂര് എന്ന് ഞാൻ ഇപ്പൊ പറയും, ഞാൻ പണ്ട് ഒറ്റ നിലപാടേ ഉള്ളൂ. എന്തുകൊണ്ട് ആലപ്പുഴ? ഞാൻ പാർലമെന്റിൽ 2016 ഏപ്രിൽ 29 രാജ്യസഭയിൽ. അതിനു മുമ്പ് ഇങ്ങനെ നിലവിലുള്ള 3-4 എയിംസിൽ നിന്ന് മാറി എല്ലാ സംസ്ഥാനത്തിനും UTക്കും എയിംസ് നൽകാൻ ഒരു സ്കീമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ കേരളത്തിന് അത് തരുമ്പോൾ അത് ആലപ്പുഴയിൽ തരണമെന്ന് ഒരു നിലപാട് സ്വീകരിച്ചത് സബ്കാ സാത്ത്, സബ്കാ വികാസ്. കേരളത്തിൽ സബ്കാ വികാസ് എന്ന് പറഞ്ഞ് നമ്മളെടുത്ത് നോക്കിയാൽ ഇടുക്കിയും ആലപ്പുഴ ജില്ലയുമാണ് പുറന്തള്ളപ്പെട്ട് കിടക്കുന്നത്. ആണോ അല്ലേ? ഇത്രയും ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ട് പോലും ഇത്രയും ഒരു ക്രൂഡ് ഓപ്പറേഷൻ നടത്തിപ്പ് നടക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് കേരളത്തിൽ വേറെ ഇല്ല. അല്ല, പറയട്ടെ, വെള്ളൂര് വന്നാൽ കാസർഗോഡ് നിന്നുള്ളവർ എത്ര ദൂരം വരണം? തൃശ്ശൂര് വന്നാൽ അങ്ങത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാ, മാധവ, കോയമ്പത്തൂരുള്ളവർക്കും ഊട്ടിയിലുള്ളവർക്കും തൃശ്ശൂർ എത്താൻ ഒരു ദൂരം, തിരുവനന്തപുരത്തുള്ളവർക്കും ഒരു ദൂരം, കാസർഗോഡുള്ളവനും ഒരു ദൂരം. ഇതൊക്കെ മാനദണ്ഡങ്ങളിൽ പറയുന്നുണ്ട്. ഒരു ബഹുജനതയ്ക്ക്, ബൃഹത്തായ എണ്ണത്തിന്റെ കാര്യത്തിലാണ്, ഒരു ജനതയ്ക്ക് സൗകര്യം എങ്ങനെ ഇതാകും? ഇവിടുന്ന് നാഷണൽ ഹൈവേ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേ 4 ട്രാക്കാണോ 2 ട്രാക്കാണോ, അതിന് എത്ര മാത്രമാണ് ദൂരം സഞ്ചരിക്കേണ്ടി വരിക? സർക്കാർ എടുത്തു തരുന്ന സ്ഥലത്ത് നിന്ന് വെള്ളത്തിന്റെ അവൈലബിലിറ്റി, പവർ അവൈലബിലിറ്റി, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ഇതിന്റെയൊക്കെ പ്രോക്സിമിറ്റി, ഇതെല്ലാം രേഖപ്പെടുത്തണം. അപ്പൊ തൃശ്ശൂരിനെ സംബന്ധിച്ച് 50 ഇല്ല, അങ്ങനെ ഒരു സംവിധാനമില്ല, ഒരു സ്റ്റേറ്റ്. ഞാൻ പെടുന്ന ആളല്ല, ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഒരു കാര്യം, രാഷ്ട്രീയം അതിനകത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിൽ നിന്ന് ആദ്യത്തെ MP തൃശ്ശൂർക്കാർ നൽകിയെങ്കിൽ മോദിജിയുടെ ഉത്തരവാദിത്വമാണ് അത് തൃശ്ശൂരിൽ കൊടുക്കണമെന്നത്. ഇത് ഞാൻ രാഷ്ട്രീയമാണ് പറഞ്ഞത്, BJP-കാരനായിട്ട് പറഞ്ഞതല്ല, അല്ലേ? പക്ഷെ ഗൈഡ് ലൈൻസും അതിന്റെ പാരാഫർമേലിയയും പരിശോധിച്ചാൽ തൃശ്ശൂർ ഒരു കാലത്തും രണ്ടാമതാവേണ്ട ഒരു ജില്ലയും അല്ല. ഇത്രയുമുണ്ട്. പക്ഷെ ആലപ്പുഴയുടെ ഒരു പരിതാപകരമായ അവസ്ഥ, എന്തൊക്കെയോ സമരങ്ങളുടെ പേരിൽ കമ്മ്യൂണിസം കൊണ്ട് തൊലഞ്ഞു പോയ ഒരു പ്രതലമാണ് ആലപ്പുഴ. ആലപ്പുഴയിലെ മക്കൾക്കും വികസനത്തിന്റെ ഭാഗമായിട്ട് ഇനി ഒരു കാര്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിനകത്ത് ഒരു ഡെവലപ്മെന്റ് മോഡ്യൂളാണ്. നിങ്ങളൊരു റെയിൽവേയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്ന് വയ്ക്കുന്നു. എത്രമാത്രം ഭാരതത്തിലെ അങ്ങേയറ്റം തുടങ്ങി നമുക്ക് ചുറ്റുമുള്ള ലക്ഷദ്വീപ് അടക്കം ഉള്ള പ്രദേശത്ത് നിന്ന് എത്ര പേരാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനത്തിനായാലും പഠിപ്പിക്കാനായാലും അധ്യാപനത്തിനും അധ്യയനത്തിനും വരുന്നത്? ഇവർക്ക് എത്രമാത്രം താമസ സൗകര്യങ്ങൾ വേണം? ഇവിടുത്തെ പ്രൊഡക്ഷൻ എത്രമാത്രം കൂടും? സെല്ലിംഗ് എത്ര കൂടും? ബൈയിങ് എത്ര കൂടും? GST കളക്ഷൻ എത്ര കൂടും? ഇവിടുത്തെ ആവാസ വ്യവസ്ഥിതിക്ക് കേടുവരാത്ത തരത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് സബ്കാ സാത്ത്.
സബ്കാ വികാസ്. ഓൾറെഡി ഡെവലപ്മെന്റ് കൊണ്ട് ശ്വാസം മുട്ടിക്കിടക്കുന്ന ഒരു പ്രദേശത്തേക്ക് പിന്നെയും കൊല്ലാൻ വേണ്ടി ഒരു സ്കീം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ്, അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഭാഗമല്ല. ആലപ്പുഴയിൽ അത് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണഗണങ്ങൾ എന്താണെന്ന് ഞാൻ അക്കമിട്ട് നിർത്തി എനിക്ക് പറയാൻ സാധിക്കും. അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തിക്കും, അവിടെ എത്ര ഫ്ലാറ്റ് സമുച്ചയങ്ങൾ പുതിയതായിട്ട് വരും, അവിടെ എത്ര താമസക്കാർ പുതിയതായിട്ട് വരും. കായംകുളം വരെ ആലപ്പുഴ എന്ന് പറയുന്നത് ഒരു സിറ്റി ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. കൊച്ചിയും ആലപ്പുഴയും തമ്മിൽ സിറ്റി എന്ന ക്രമീകരണത്തിൽ വ്യത്യാസമേ കാണത്തില്ല, ഒരു സിറ്റിയായി. എയർപോർട്ടിലുള്ള ദൂരവും നിങ്ങൾ കുറച്ച് കൂടുതലാണെന്ന് വിചാരിക്കണ്ട. പുതിയ തുറവൂർ മുതൽ എനിക്ക് തോന്നുന്നു തൈക്കാട്ടുശ്ശേരി വഴി അങ്കമാലിക്കുള്ള 8 ട്രാക്ക് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ സ്ഥലമെടുത്ത് കൊടുക്കേണ്ടത് നമ്മുടെ സംസ്ഥാനമാണ്. അത് ലഭിച്ചില്ലെങ്കിൽ അരൂരിന്റെ സദേൺ എക്സ്റ്റൻഡാണ് തൈക്കാട്ടുശ്ശേരി വഴി അങ്ങനെ കണ്ടാണ് ഫോർമസ് തരകൻ സാറിന് ഉഗ്രൻ പ്രോജക്റ്റാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതും ഒരു ആഡ് ഓൺ ഗൈഡ് ലൈൻസിൽ ഒരു ആഡ് ഓൺ ആയിരിക്കും ഈ ഒരു പുതിയ ഫെസിലിറ്റി. അപ്പോൾ ആലപ്പുഴ നൽകണം എന്ന് ഞാൻ പറഞ്ഞതല്ല, ഒരു നിലപാടാണ്. അത് കേരളത്തിന് വേണ്ടിയുള്ള വികസന കാഴ്ചപ്പാടിൽ നിന്ന് വന്ന നിലപാടാണ്. പക്ഷെ അതിനുശേഷം ഒരുപാട് മഴ പെയ്തു, ഒരുപാട് ജലമൊഴുകി അല്ലേ, തൃശ്ശൂരും കുറച്ച് ജലമൊഴുക്ക് കൂടി. അതിന്റെ പശ്ചാത്തലത്തിൽ ചില കരുണയും ഇനി ഞങ്ങൾ ഔദാര്യമാണെങ്കിൽ പോലും അങ്ങനെയും സ്വീകരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരു മോദി ഔദാര്യം തൃശ്ശൂരിന് ലഭിക്കാനുണ്ട്. അത് ഇതായാൽ വളരെ നല്ലതായിരിക്കും എന്ന് മാത്രം ഞാൻ